അമല് പറയും, ഇപ്പോഴാ ഈ വീട്ടിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ തിരിച്ചു കിട്ടിയത്. എനിക്കിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. കല്യാണ രാത്രി നഷ്ടപ്പെട്ട ഉറക്കമാണ്. ഏട്ടന് ഇനി പുതിയ കമ്പനിയൊന്നും തുടങ്ങാൻ പോകണ്ട. പഴയ CEO കസാരയിൽ തന്നെ വന്നൊന്നിരിക്കണം. എനിക്ക് പഴയ അമലായിട്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടായിട്ടാ. അഭി ചോദിക്കും, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭാര്യയാൽ പീഡിതനായ ഒരു ഭർത്താവിൻ്റെ അവസ്ഥ ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജാനകി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. രാധാമണി വരസ്യാരെ എൻ്റെ അമ്മയാണെന്ന് പോലും ഞാൻ പറയാത്തത് അപർണ അതിനെ പുച്ഛിച്ച് തള്ളുമെന്നുള്ളതുകൊണ്ടാണ്. അവളുടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയോ എന്ന് അമല് ചോദിക്കുമ്പോൾ നിരഞ്ജന പറയും, കുറച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും. അമല് പറയും, ബാക്കി കൂടി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാമെന്ന് പറയും. അഭി പറയും, നീ അതിനൊന്നും ഇപ്പം നിൽക്കണ്ട. അവൾ മടങ്ങി വരുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് അവരത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയും. അമലാണെങ്കിൽ അപർണ പോയതിൽ ഭയങ്കര സന്തോഷമാണ്. അഭിക്കാണെങ്കിൽ സ്വന്തം കുടുംബം തകരുന്നത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. രാധാമണി അഭിയുടെ അമ്മയോട് അപർണ പോയതിനെ പറ്റി സംസാരിക്കുകയാണ്. അഭിയുടെ അമ്മ പറയും, അവൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയതല്ല, അവൾ റൂമിൽ പോയിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം. രാധാമണി പറയും, ജാനകി അവളുടെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു, എന്തു വന്നാലും അനിയത്തിയെ പോലെ അവളെ സംരക്ഷിച്ചുകൊള്ളാമെന്ന്. അവളെ തല്ലിയത് തെറ്റ് തന്നെ. ഇത് കേട്ട് അഭിയുടെ അമ്മ പറയും, എന്ത് തെറ്റ്? തല്ലല്ല, തല്ലി കൊല്ലുക വേണ്ടതെന്ന് പറയും. അവളോട് മാപ്പ് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവരാൻ രാധാമണി ജാനകിയെ പ്രേരിപ്പിക്കരുത്. രാധാമണി പറയും, ഞാനും കൂടെ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നാളെ തന്നെ ആ കുട്ടി തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് പറയും. അഭിയുടെ അമ്മ പറയും, വന്നാൽ തന്നെ ഒന്ന് സൂക്ഷിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർക്കാൻ പോലും ആൾ മടിക്കില്ല. ഇങ്ങനത്തെ അവസ്ഥകൾ മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിഷത്തിന് പകരം ഉറക്കഗുളികയായിരുന്നു എന്ന് മാത്രം. ഞാനും അമ്മയും തിരിച്ച് കാരുണ്യദീപത്തിലേക്ക് പോകും. അവരെ ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? രാധാമണി പ്രഭാവതിയോട് അപേക്ഷിക്കും, നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഇവിടെ ജീവിച്ചൂടെ? നിങ്ങൾ ഈ വീടിൻ്റെ നാഥയായിട്ട് ഇവിടെ വേണമെന്നൊക്കെ പറയും. രാധാമണി വന്നുകൊണ്ടൊന്നല്ല ഞാൻ പോയത്, ഞാൻ അതിനു മുൻപേ പോയതല്ലേ. ഞാനിവിടെ നിന്നാൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇന്ദ്രജ അപർണയെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ ഇന്ദ്രജ പറയും, അതൊക്കെ മണ്ടത്തരമായിപ്പോയി. ഇനി അപർണയ്ക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ തല കുനിച്ചായിരിക്കും പോകേണ്ടതെന്നൊക്കെ പറയും. അപർണ പറയും, ആ അവസ്ഥയൊന്നും എനിക്ക് വരില്ല, ഞാൻ വെറുതെ എടുത്ത തീരുമാനമല്ല, പ്ലാൻ ചെയ്തെടുത്തതാണെന്നൊക്കെ പറയും. അപർണ പറയും, നാളെ ഒരു ദിവസം കൂടി എനിക്ക് വേണം തിരിച്ച് ചെല്ലാൻ. രജ പറയും, ഓക്കെ, പുറത്തുനിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. അമലാണെങ്കിൽ അതിലൂടെ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. അഭിയും ജാനകിയോട് പിടിച്ചു നിർത്തി ചോദിക്കും, അപർണയെ വിളിച്ചോന്നൊക്കെ ചോദിക്കും. അമല പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, എന്തിനാ അവളെ വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. ദയവ് ഇത് നിങ്ങളാരും അങ്ങോട്ട് കോംപ്രമൈസിന് പോകരുത്. പോയാൽ അപർണ മാത്രമേ ഈ വീട്ടിലുണ്ടാവും. അമല് പിന്നെ ഇവിടെ കാണില്ല. ഏട്ടനും ഏട്ടത്തിയും നിർബന്ധിച്ചിട്ടാ അന്ന് ഞാനൊരു സാഹസം കാണിച്ചത്. ഇനി ഞാൻ നിന്ന് തരില്ല. സുന്ദരാമ്മ അപർണയുടെ അടുത്ത് വന്ന് കുറ്റപ്പെടുത്താണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജാനകിയുടെ അടുത്ത് വന്ന് സംസാരിച്ചത്. പക്ഷേ അതുപോലെ തന്നെ സംഭവിച്ചു. അപർണ പറയും, എന്നെ ആരും അളകാപുരിയിൽ നിന്ന് ഇറക്കി വിട്ടതല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വയം വന്നതാ. വസുന്ധരാമ്മയാണെങ്കിൽ അപർണയെ കുറ്റപ്പെടുത്തി കുറേ സംസാരിക്കുകയാണ്. നിന്നെ ആര് വിളിക്കാൻ വരുമെന്നാണ് നീ വിചാരിക്കുന്നത് അമലോ? അത് സംഭവിക്കില്ലെന്ന് നിനക്കും അറിയാലോ. അവൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം പോലും ഇല്ല. അപർണ പറയും, ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം, അത് അളകാപുരിയിൽ നിന്നാൽ നടക്കില്ല. പൊന്നും അമലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വരികയാണ് അജയ്. നീ അവളെ വിളിച്ചോന്ന് അജയ് ചോദിക്കുമ്പോൾ അമല് പറയും, അജയേട്ടന് അത് നല്ല വശമാണല്ലോ, അജയേട്ടൻ്റെ കയ്യിലിരിപ്പോണ്ടാ നിരഞ്ജന അടുത്ത് പോയത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അജയ് പറയും, അപർണയെ പുറത്തു നിർത്തിയ അപകടമാണെന്ന് മനസ്സിലാക്കണം. നീ അവളെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാന്ന് പറയും. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി, അന്നൊന്നും ഏട്ടനെ ഞാൻ കണ്ടില്ലല്ലോ. ഇനി അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ അവിടെ പോയി കണ്ടോന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന അജയ് അമലിൻ്റെ കോളറിൽ പിടിക്കുകയാണ്. അമല് കൈ തട്ടി മാറ്റിയിട്ട് പറയും, ചേട്ടൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വന്നത്. ഇല്ലെങ്കിൽ ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട ആളായിരുന്നു ഞാൻ.